ഹലോ ഗൈസ്, നമ്മളൊരു കിഡിലൻ സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇന്നൊരു ഞായറാഴ്ച എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ലൊക്കേഷൻ നമ്മളെ ഫ്രണ്ട് ഞങ്ങൾക്ക് അയച്ചു തന്നത്. അപ്പോൾ പിന്നെ നമ്മൾ താമസിക്കുന്നതിന് കുറച്ച് അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഇങ്ങോട്ടേക്ക് ഈ വണ്ടിയും പിടിച്ചിറങ്ങി. ട്രാം ഇവിടെ ഇറങ്ങിയപ്പോൾ നമുക്ക് ലൊക്കേഷൻ മാറിപ്പോയി. അപ്പം കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു ഇവിടേക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലമൊക്കെ എന്ത് ഭംഗിയാണെന്നുള്ളത് ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല. പക്ഷേ ഒരു രക്ഷയില്ല കേസ്. ഇവിടുത്തെ വ്യൂ ആണെങ്കിലും ഈ ഒരു ചെറിയ തണുപ്പും ഒക്കെ പാടിയിട്ട് വേറൊരു മൂഡ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ബസ് ഇറങ്ങേണ്ടിയിരുന്നത് ഈ ലൊക്കേഷനായിരുന്നു കേട്ടോ. ട്രാം ഇറങ്ങിയിട്ട് കുറച്ച് മുൻപോട്ടേക്കാണ് നമ്മൾ നടന്നത്. പക്ഷേ ബസ് ഡയറക്റ്റ് ഈ സ്റ്റോപ്പിൽ വന്ന് നിർത്തും. അപ്പോൾ സെൻട്രൽ ഭാഗത്ത് നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ ലൊക്കേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ലൊക്കേഷൻ. ഇവിടെ നിന്ന് കുറച്ച് മുൻപോട്ടേക്ക് പോകാനേ ഉള്ളൂ. നമ്മൾ ആ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ഭാഗവും എയർപോർട്ടിൻ്റെ ആയതുകൊണ്ട് ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മളെ പാരൻസും അതുപോലെ തന്നെ മക്കളും ഒക്കെ പാടായിട്ടായിരിക്കും ഇവർ ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങുക. ഇവർ ജസ്റ്റ് ഇങ്ങനെ സൈക്കിളും ഇതൊക്കെ ചവിട്ടിയിട്ട് ഒരുപാട് പേര് പോലെ വരുന്നുണ്ടായി, നമ്മൾ വരുന്ന സമയത്തുണ്ടായി. അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ വഴി കൂടെയാണ് നമുക്ക് അങ്ങോട്ട് കയറാനുള്ളത്. അപ്പം വരുന്നവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാവണമെന്നില്ല. അത് ചില സമയത്ത് ക്ലോസ് ചെയ്തിടും, പക്ഷേ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കയറാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മൾ ആ ലൊക്കേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. കുറേ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നല്ല വേനലാണെങ്കിൽ പോലും നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. നല്ല വെയിലാണ്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ട് തന്നെയാണ് നടക്കുക. അപ്പോൾ നമ്മളാണെങ്കിൽ പോലും സമ്മർ എന്നുള്ള പേരാണെങ്കിലും ജാക്കറ്റ് ഇട്ടല്ലാണ്ട് വരുന്ന വേറെ രക്ഷയല്ല കേട്ടോ. അപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലം തന്നെയാണ് നമ്മളെ ലൊക്കേഷൻ. സംഭവം അടിപൊളിയാണ് കേസ്, ഒരു രക്ഷയില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുക. ഇപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ഒരു രക്ഷയില്ല. നല്ല കാറ്റും നല്ല സൺസെറ്റും എല്ലാം പാടായിട്ട് വേറൊരു മൂഡാണ് കേട്ടോ ഇവിടുന്ന് കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെയുള്ള എല്ലാവരും അതുപോലെ തന്നെയാണ്, ഫ്ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ നല്ല ക്യാമറയും ബൈനോക്കുലറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല. അപ്പോൾ വേറെ മൂഡാണ് കേസ്. ഇവിടെയുള്ള ആളുകൾ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഷോപ്പുകളും അതൊക്കെ ആയിട്ട് ഭയങ്കര ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ നേരെ മറിച്ചിട്ട് ഇവിടെയുള്ള ആളുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിയില്ല. ഇതേപോലെ ഔട്ടിങ്ങും ഇങ്ങനെ പിക്നിക് സ്പോട്ടൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. പാർട്ടീസ് പരിപാടികളൊക്കെ ആയിട്ട് വേറെ ഒരു കാര്യത്തിനും ഇവരുണ്ടാവില്ല. വെള്ളിയാഴ്ചയോട് കൂടി ഇവിടെ എല്ലാ സാധനവും ക്ലോസ്ഡ് ആവും. ഈവൻ മാളുകൾ വരെ ഇവിടെ ക്ലോസ് ആവും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്തത്. ഒരു രക്ഷയില്ല കൈസ്. ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിറങ്ങിയതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത്. എത്ര പെട്ടെന്നാണ് ഓരോ സമയം പോകുന്നതല്ലേ. ഏത് ഫ്ലൈറ്റൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ അടിപൊളിയാണ് കൈസ്. കണ്ടില്ല, അതിൻ്റെ ഇടയിൽ ഏതോ ഒരു ഫ്ലൈറ്റ് അവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കുറേ നമ്മൾ ഒരു ഫ്ലൈറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനെന്തോ സ്പെഷ്യൽ ടൈമോ എന്തോ ഒരു സംഭവം ഉണ്ട് തോന്നുന്നു. നേരത്തെ കുറച്ച് നേരത്തേക്ക് ഒന്നും തന്നെ ഉണ്ടായില്ല, പക്ഷേ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഫ്ലൈറ്റിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന പോലെയല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇതേപോലെ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്പോട്ടൊന്ന് വന്ന് നോക്ക്. അടിപൊളിയാണ്, വേറെ മൂഡാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഗൈസ്.